നമസ്കാരം. ഗസയിൽ ബോംബാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയിട്ടുണ്ട് നിലവിൽ ഇസ്രായേൽ സൈന്യം. റഫേൽ 2 വീടുകളും ഒരു കൃഷിയിടവുമാണ് കഴിഞ്ഞ ദിവസം രാത്രി ബോംബിട്ട് തകർത്തത്. സെൻട്രൽ ഗാസയിൽ ഉൾപ്പെടെ കനത്ത ആക്രമണം നടത്തിയിട്ടുമുണ്ട്. നുസൈറാത്ത് മഗാസി അഭയാർത്ഥി ക്യാമ്പുകളെയും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട്. 24 മണിക്കൂറിനിടെ 26 പേർ കൂടി കൊല്ലപ്പെട്ടതോടുകൂടി ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 34,683 ആയിട്ടുണ്ട്. 78,018 പേർക്ക് ഇതിനോടകം തന്നെ പരിക്കേറ്റിട്ടുമുണ്ട്. കിഴക്കൻ ഗസയിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുമെന്നുള്ള മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈന്യം ഇന്നലെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നടത്തിയ ശക്തമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലും ഗസയിൽ വെടിനിർത്തലിന് വിസമ്മതിക്കുകയാണ് ഇസ്രായേൽ. ബന്ദിമോചനം മുൻനിർത്തി താൽക്കാലിക വെടിനിർത്തലിന് സന്നദ്ധമാണ് എങ്കിൽ പോലും ഹമാസിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുക, സൈന്യം ഗസ വിടുക, വടക്കൻ ഗസയിലേക്ക് ആളുകൾക്ക് മടങ്ങാൻ അവസരം ഒരുക്കുക എന്നീ ഹമാസ് ഉപാധികൾ അംഗീകരിക്കില്ല എന്ന് നെതന്യാഹു ഇതിനു മുൻപ് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കരയുദ്ധം എന്ന തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ അവിടെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. അവിടുത്തെ ജനങ്ങളെ ഉൾപ്പെടെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഗസയ്ക്ക് ചുറ്റും പൂർണ്ണമായ ഒരു സൈനിക വിന്യാസം തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. 3.5 ലക്ഷത്തോളം സൈനികരെയാണ് ഗാസ അതിർത്തിയിൽ ഉൾപ്പെടെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. നിശ്ചയിക്കപ്പെട്ട ഉത്തരവാദിത്തം നടപ്പിലാക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എന്ന് സൈനിക വക്താക്കൾ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുക തന്നെയാണ് ഈ കരയുദ്ധത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. ടാങ്കുകൾ ഉൾപ്പെടെ അതിർത്തിയിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ലോകം വലിയ ഭീതിയോടുകൂടി തന്നെയാണ് ഇസ്രായേലിന്റെ ഓരോ നീക്കങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ രക്തരൂക്ഷിതമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിൽ എന്തായാലും സമവായ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇതിന് ഇസ്രായേൽ വഴങ്ങിയാൽ മാത്രമേ അവരുടെ തീരുമാനത്തിൽ നിന്നും അവരെ പിന്നോട്ട് വലിക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.